പത്തനംതിട്ട തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പിന്നിൽ കൊട്ടേഷനാണെന്ന് സ്പാ ഉടമ ഡോക്ടർ സഞ്ജു പറഞ്ഞു. തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണ് ഇതിന് പിന്നിലെന്നും ബിസിനസ് തകർക്കലാണ് ലക്ഷ്യമെന്നും സ്പാ ഉടമ ആരോപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നു. പ്രസാദ്, ഇപ്പോൾ ഈ ഒരു തിരുവല്ലയിലുണ്ടായ സ്പായിലുണ്ടായ കൂട്ടബലാത്സംഗത്തിൽ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്പാ ഉടമയുടെ തന്നെ ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ആരോപണമാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നിൽ ഈ ഒരു സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണ് എന്നതാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്നലെ വരെ നമ്മളോട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പോലീസ് വൃത്തങ്ങൾ അറിയിച്ചത് ഇതൊരു ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനുള്ള പ്രതികാരം തീർത്ത് എന്നുള്ളൊരു വാർത്തയാണെന്നുള്ളതാണ് നമ്മളോട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവികളും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകിയത്. പക്ഷെങ്കിൽ ഇന്ന് നേരം വെളുത്തതിന് ശേഷം നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതായത് തിരുവല്ലയിൽ 2 സ്പാകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം നടന്നത് ഡോക്ടർ സഞ്ജയ് എന്ന പേരുള്ള ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന സ്പായാണ്. അപ്പം ഇവിടുത്തെ ബിസിനസിന്റെ ഡെവലപ്മെന്റ് മനസ്സിലാക്കിക്കൊണ്ട് പോലീസും മറ്റ് രാഷ്ട്രീയക്കാരുടെയും പിൻബലത്തോടു കൂടി മറ്റൊരു സ്പായിലെ കൊട്ടേഷൻ കൊടുത്ത പ്രതികളാണ് ഇപ്പോൾ ഡോക്ടർ സഞ്ജയുടെ സ്പായിൽ ഇത് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിക്കും പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും മറ്റ് ജില്ലാ പോലീസ് മേധാവിക്കും ഇന്നോ നാളെയോ തന്നെ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നൽകുമെന്നുള്ള ഒരു പരാതി കൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ അദ്ദേഹം സഞ്ജയ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. തിരുവല്ലയിലെ നേരത്തെ തന്നെ ഈ പോലീസ് അതായത് ഇതുപോലെ തന്നെ വിവിധ കേസുകളിൽ നടപടികൾക്ക് അന്വേഷണ വിധേയമായി പുറത്തു നിൽക്കുകയും തുടർന്ന് ഇപ്പോൾ പോലീസിൽ തിരികെ പ്രവേശിച്ചിട്ടുമായിട്ടുള്ള 2-3 പോലീസുകാര് ഈ സ്പായിലും മറ്റും ആരോപണം ഉന്നയിക്കുന്ന സ്പായിലും നിത്യ സന്ദർശകരായിരുന്നു. അവരെ ഈ സ്പായിലെയും ഈ കൊട്ടേഷൻ സംഘവുമായിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്നും ഡോക്ടർ സഞ്ജയ് ഇപ്പോൾ നമ്മൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം ഉന്നത പോലീസുകാർക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ആനന്ദിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നോ നാളെയോ റിപ്പോർട്ട് നൽകും. തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഏകദേശം ഒളിവിലുള്ള പ്രതികൾ ഇന്ന് തന്നെ അറസ്റ്റിലാകുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ദീപ്തി, പ്രസാദ്, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സംഭവത്തിൽ പോലീസിന്റെയും അതുപോലെ തന്നെ ഈ ഗുണ്ട സംഘവുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഈ ഒരു 2 പ്രതികളാണ് നിലവിൽ ഈ ഒരു സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്ന് കൂടുതൽ പേര് 6 പേരാണ് ഈ ഒരു കൃത്യത്തിന് പിന്നിലെന്ന് നമുക്കറിയാം. അതിൽ 2 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മറ്റു പ്രതികളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണോ നിലനിൽക്കുന്നത്? ഇപ്പോൾ ഈ ഒരു സ്പാ ഉടമയുടെ അടക്കം ഒരു പരാതി ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണോ നിലനിൽക്കുന്നത്? അത് തന്നെ ദീപ്തി പറഞ്ഞ പോലെ തന്നെ ഇന്നലെ തന്നെയാണെങ്കിൽ കൊട്ടേഷന്റെ നേതാവ് കൂടിയായ മരണസുബിൻ എന്ന് വിളിക്കുന്ന ടാപ്പാക്കസ് പ്രതിയും മറ്റ് 2 പ്രതികൾ ഉൾപ്പെടെ 3 പ്രതികളെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 6 പ്രതികളാണ്. അതിൽ 3 പ്രതികളെ ഇന്നലെ അവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് 26 മണിക്കൂറുമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് ദീപ്തി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനകത്ത് ഇപ്പം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു സംഭവമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിന്റെയും അതായത് ഈ ഗുണ്ടാ സംഘങ്ങളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പ്രത്യേകിച്ച് തിരുവല്ലയിൽ കുറച്ച് നാളുകളായി ഇതുപോലെ തന്നെ മാഫിയ സംഘങ്ങളും പോലീസുകളുമുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടിയെടുക്കാത്തത് അത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാകുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവല്ലയിലെ പ്രാദേശിക ഭരണപക്ഷത്തിന്റെ തണലോടുകൂടിയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ അവിടെ തേർവാഴ്ച നടത്തുന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ദീപ്തി, ശരി, പത്തനംതിട്ട തിരുവല്ല സ്പായിലുണ്ടായ കൂട്ടബലാത്സംഗ കേസിന് പിന്നിൽ കൊട്ടേഷനാണ് എന്നതാണ് ഇപ്പോൾ സ്പാ ഉടമ ഡോക്ടർ സഞ്ജയ് പറയുന്നത്. തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണ് ഇതിന് പിന്നിലെന്നുമാണ് ബിസിനസ് തർക്കമാണ് ഇതിന് ലക്ഷ്യമെന്നാണ് സ്പാ ഉടമ ആരോപിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. നിലവിൽ 3 പ്രതികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ തന്നെ പോലീസും ഈ ഒരു ഗുണ്ടാ സംഘവുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ ഒരു സ്പായിലുണ്ടായ ബലാത്സംഗ കേസിന് പിന്നിൽ ഇപ്പോൾ കൊട്ടേഷൻ സംഘമാണ് അല്ലെങ്കിൽ കൊട്ടേഷനാണ് ഇതിന് പിന്നിൽ എന്നതാണ് സ്പായുടെ ഉടമയായ ഡോക്ടർ സഞ്ജയ് പറയുന്നത്. തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണ് ഇതിന് പിന്നിലെന്നാണ്. ഇതും ബിസിനസ് തർക്കമാണ് ഈ ഒരു സംഭവത്തിന് പിന്നിലെന്നുമാണ് ഇപ്പോൾ സ്പാ ഉടമ ആരോപിക്കുന്നത്. പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്.